അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് 2 റിക്വസ്റ്റാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അറബിക് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കുട്ടികളെ ബേസ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, അറബിക് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും പാരൻസിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ സ്റ്റാർട്ടിങ് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിട്ട് ഞാൻ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എല്ലാ മൺഡേസുമാണ്. അത് കാണാൻ ആഗ്രഹിക്കുന്നവരോ അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പോയി കാണാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, പഴയ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമില്ലാതെ ഇരിക്കാൻ ചാൻസസ് വളരെ കുറവാണ്. കാര്യം എല്ലാ ആൾക്കാരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു സെഷനാണ് ഈ പഴയ പാട്ടുകൾ എന്ന് പറയുന്നത്. പുതിയ പാട്ടുകളെക്കാൾ എന്ന് എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ആ പഴയ പാട്ടുകൾ വളരെ ആസ്വദിച്ച് അതിൻ്റെ പാട്ടൊക്കെ പാടി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദറാണ്, എൻ്റെ വാപ്പ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വർഷമായി, ഒരു 2 വർഷം കൂടുതലാവും. അപ്പം അതിനകത്ത് ഒരുപാട് ഒരു 100 അടുപ്പിച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് പഴയ പാട്ടുകളൊക്കെ ആസ്വദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആക്കണ്ട, നമ്മുടെ പുതിയ സെഷനിലേക്ക് പോകാം. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. അപ്പോൾ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, 2 പോയിന്റ് ചേർന്ന് വരുന്നതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് കണ്ടീഷൻസും ഉണ്ട്. ലൈൻ ഇരിക്കുന്ന പൊസിഷൻസിനുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് വെച്ച് 4 ക്വാഡ്രന്റിലുള്ളത് പഠിക്കണം. അപ്പോൾ അത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാർട്ടായിട്ടാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആ ലൈൻസിന്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലൈൻസ് വരാൻ സാധ്യതയുള്ള കുറെ പൊസിഷൻസ് എന്ന് പറയുന്നത്, ഇതൊരു ലൈനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇതൊരു ലൈനാണല്ലോ, ഈ കമ്പ് ഒരു ലൈനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ആണ്. അതായത് നമ്മളൊരു വി പിയും HP റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് പാരലലാണ്, അല്ലേ? VPക്കും HP-ക്കും ഇത് എന്താണ്? പാരലലാണ്. അതേസമയം ഈ പാരലായിട്ടുള്ളത് ഇങ്ങനെ വന്നാലോ, പെർപെൻഡിക്കുലറായി, അല്ലേ? പെർപെൻഡിക്കുലർ ടു ആരാണ്? HP-ക്ക് ഇത് പെർപെൻഡിക്കുലറും VPക്ക് ഇത് പാരലൽ തന്നെയാണ് ഇപ്പോഴും. എന്നാൽ ഇങ്ങനെ ചരിഞ്ഞു വരുമ്പോഴോ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ലൈനിന് പല പൊസിഷൻസ് ഉണ്ട്. ഇൻക്ലൈൻ ടു HP ആവാം, ഇൻക്ലൈൻ ടു VP ആവാം, ഹൊറിസോണ്ടൽ ആവാം, പാരലൽ ടു HP ആൻഡ് VP ആവാം, പെർപെൻഡിക്കുലർ ടു HP ആൻഡ് VP ആവാം. എങ്ങനെ വേണമെങ്കിലും ഈ ലൈൻസിന് കണ്ടീഷൻസ് വരാം. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാനിനി എഴുതാൻ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പാരലൽ കണ്ടീഷൻ, രണ്ടാമത്തെ കേസ് ഇൻക്ലൈൻഡ് കണ്ടീഷൻ, മൂന്നാമത്തെ കേസ് പെർപെൻഡിക്കുലർ കണ്ടീഷൻ. ഓക്കെ, ഇനി പാരലൽ ആണെങ്കിൽ തന്നെ നമ്മൾ പോയിന്റ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള 9 കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പോയിന്റ്സിൽ പഠിച്ചിരുന്നത്, അതായത് നമ്മൾ ഡിസ്റ്റൻസ് ഒന്നും തന്നില്ലെങ്കിൽ എന്നുള്ള ഒരു കണ്ടീഷൻ. ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ, അതായത് HP-യിൽ നിന്നും VP-യിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ എന്ന് പറയുന്ന 4 കണ്ടീഷൻ എങ്ങനെയാണ്? 4 ക്വാഡ്രന്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ അടുത്ത 4 എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് തന്നിരിക്കും, മറ്റേ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവില്ല, ഇൻ VP അല്ലെങ്കിൽ ഇൻ HP, അങ്ങനത്തെ 4 കണ്ടീഷൻസ്. അപ്പോൾ മൊത്തം 9 കണ്ടീഷൻസ്. ആ 9 സ്റ്റേറ്റും പൊസിഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലൈനിന്റെ ഒരു പാരലൽ കണ്ടീഷന് മാത്രം നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതായത് പാരലലിന്റെ കണ്ടീഷനിൽ തന്നെ നമുക്ക് നോ ഡിസ്റ്റൻസ്, അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ അതൊന്നല്ലേ ഉള്ളൂ, ഒരു ഡിസ്റ്റൻസ് തന്നിട്ടില്ല എങ്കിൽ, HP-യിൽ നിന്നോ അല്ലെങ്കിൽ VP-യിൽ നിന്നോ ഒരു ഡിസ്റ്റൻസ് തന്നില്ലെങ്കിൽ. ഇനി ഒരു ഡിസ്റ്റൻസ് മാത്രം തന്നെങ്കിലോ, only one distance from HP or VP, ഏതെങ്കിലും ഒന്നിന്റെ ഡിസ്റ്റൻസ് തരികയും മറ്റത് എന്തായിരിക്കും? ഇൻ VP ആയിരിക്കും. അങ്ങനെയാണെങ്കിലും എന്തുണ്ട്? 4 ക്വാഡ്രന്റ്സ് ഉള്ളത് കൊണ്ട് 4 കണ്ടീഷൻസ് വരും. പിന്നെ ബോത്ത് ഡിസ്റ്റൻസസ് തന്നിരിക്കുവാണെങ്കിൽ, HP-ന്നും തന്നിട്ടുണ്ട്, VP-ന്നും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഈ ലൈൻ ഇരിക്കുന്ന പൊസിഷനാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അത് 4 ക്വാഡ്രന്റ്സിലുള്ളത്. അങ്ങനെ മൊത്തം 9. ഇതുപോലെ തന്നെയാണ് ഇൻക്ലിനേഷൻ വരുമ്പോഴും. ഇൻക്ലിനേഷന്റെ കാര്യത്തിലും എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, ഈ ലൈന് HP-ന്നോ VP-ന്നോ ഒന്നും ഡിസ്റ്റൻസ് തരുന്നില്ല എങ്കിൽ എങ്ങനെ? ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരും, അത് പറഞ്ഞു തരാവേ ആ ടൈം ആകുമ്പോൾ.
ഓക്കെ. ഇനി അടുത്തത് ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ അത് 1 ഡിസ്റ്റൻസ്, പിന്നെ ഉള്ള അതിൽ 4 ക്വാഡ്രന്റ് ഉണ്ടാവും. പിന്നെ ബോത്ത് ദ ഡിസ്റ്റൻസ് തന്നാലും 4 ക്വാഡ്രന്റിലുള്ള കണ്ടീഷൻ പറയണം. അതേ കണക്ക് തന്നെയാണ് പെർപെൻഡിക്കുലർ കേസിലും. ഡിസ്റ്റൻസ് ഒന്നും തന്നില്ലെങ്കിൽ only 1 distance, then both distances. ഈ ബോത്തിൽ തരുകയാണെങ്കിൽ എന്താണ് 4 ക്വാഡ്രന്റ്, only 1-ലാണെങ്കിലോ 4 ക്വാഡ്രന്റ്. അങ്ങനെ 4 കണ്ടീഷൻസ്. ഇത് കൂടാതെ തന്നെ പെർപെൻഡിക്കുലറിൽ പെനിട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു കണ്ടീഷൻ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലും ഒരു 4 കണ്ടീഷൻ വരുന്നുണ്ട് പെനിട്രേഷൻ കോൺസെപ്റ്റിൽ. ഓക്കെ. അപ്പോൾ ലൈൻസിന്റെ കാര്യത്തിൽ ഫസ്റ്റ് പാരലൽ കണ്ടീഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പാരലലിൽ വരാവുന്ന എല്ലാ കണ്ടീഷൻസും നമ്മൾ നോക്കും. പിന്നെ രണ്ടാമത് ഇൻക്ലിനേഷനിൽ ഇത് സിംഗിൾ ഇൻക്ലിനേഷൻ ആണ്. അതായത് ആരെങ്കിലും ഒരാൾക്ക് ഒന്നുകിൽ അത് വി പിക്ക് ഇൻക്ലിനേഷൻ ആയിരിക്കും ഓർ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു പിന്നെ പ്ലെയിന് മാത്രമേ ഇൻക്ലിനേഷൻ ആണെങ്കിൽ ഉള്ള കേസാണ് ഇതെല്ലാം. ഇനി ഡബിൾ ഇൻക്ലിനേഷൻ ഉണ്ട്. അത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഡബിൾ ഇൻക്ലിനേഷൻ. ഇനി ഡബിൾ ഇൻക്ലിനേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരും ആ സമയത്ത്. ഓക്കെ. ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഡബിൾ ഇൻക്ലിനേഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ ആ ഷോർട്ട് കട്ട് മെത്തേഡിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഈ 3 കണ്ടീഷൻസ് നീറ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് 100% ഇതിനകത്തുള്ള കോൺസെപ്റ്റ് പഠിച്ചാലേ ലൈൻസിന്റെ ഡബിൾ ഇൻക്ലിനേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇനി പോകുന്ന അത് കഴിഞ്ഞിട്ട് വരുന്ന സോളിഡ്സിന്റെ പ്രൊജക്ഷൻസ്, സെക്ഷൻസ്, ഡെവലപ്മെന്റ് എല്ലാം നല്ല നീറ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാഫിക്സിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല. പക്ഷെ ഇത് വെച്ചിട്ട് മാത്രമേ സോളിഡ്സിലും സെക്ഷനിലും ഡെവലപ്മെന്റിലും എല്ലാം ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷെ ബേസിക്സ് ഇല്ലാതെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് ചെയ്ത് പഠിച്ചിട്ടുവാണെങ്കിൽ 90% മാർക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, കിട്ടിയിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് ഓരോ 1 by 1 നോക്കാം. അപ്പം ഇന്നത്തെ സെഷനിൽ ഇന്നത്തെ നിങ്ങളുടെ ക്ലാസ് പാർട്ട് 1 ഞാൻ ഇത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു സെഷനും ഈ ഒരു കണ്ടീഷൻ്റെ പിന്നെ ഈ പൊസിഷൻ പാരലൽ പൊസിഷൻ്റെ കണ്ടീഷൻസിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷനും അതിന് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ പാരലൽ കണ്ടീഷനിൽ ബോത്ത് ഡിസ്റ്റൻസും തന്നിരിക്കുവാണെങ്കിൽ എച്ച് പിയിൽ നിന്നും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വി പിയിൽ നിന്നും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് കാണാമോ, ഞാൻ ഇവിടെ ഈ ലൈനിൻ്റെ ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 2 പോയിന്റ് ചേർന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത്, ലൈൻ. നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ആ എയും ബിയും 2 പോയിന്റുകളാണ്. അത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ ഇൻ കേസ് ഇത് ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പോയിന്റ്സിന്റെ കോൺസെപ്റ്റ്സ് ഉള്ള ക്ലാസ്സസ് എല്ലാം ചെന്ന് അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് സ്പീഡിൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് പാരലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഈ 3 ഡയമെൻഷണൽ വ്യൂവിന് നമുക്ക് 2 ഡയമെൻഷണൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആദ്യമേ XY ലൈൻ വരയ്ക്കാം. അപ്പം അതുപോലെ അല്ലേ, XY ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ എങ്ങനെ വരും? ഈ കാണുന്ന പോയിന്റ് എനെ നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയാണ്? എ എച്ച് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതവിടെ മാർക്ക് ചെയ്യുക. അതനുസരിച്ചാണ് അത് പൊങ്ങിയത്. അതുപോലെ തന്നെ ഇവിടെ ബിയുടെ പോയിന്റ്, അതും ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും അല്ലേ. ഇത് രണ്ടുമാണ് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന പോയിന്റ്സിന് നമ്മൾ എന്താ പേര് കൊടുക്കുക? എ ഡാഷ്, ഇപ്പുറത്ത് ബി ഡാഷ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത എന്താണ്, നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ. അല്ലേ, ഇവിടെ വരെ അല്ലേ. അപ്പം അതെന്താണ്? സ്മോൾ എ സ്മോൾ ബി.
അപ്പോൾ നമ്മൾ പോയിന്റ് എയുടെയും പോയിന്റ് ബിനെയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചിട്ടെ. ഓക്കെ, പോയിന്റ് എയും പോയിന്റ് ബിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും. പക്ഷേ നമുക്കിനി ആരുണ്ട്? ലൈൻ വരയ്ക്കണ്ടേ? ഈ ട്രൂ ലെങ്ത് നമുക്ക് കാണണ്ടേ? നമ്മളിപ്പോൾ വരച്ചത് ഈ 2 പോയിന്റിന്റെ പ്രൊജക്ഷനാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതിൽ പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ അല്ല, ഇത് ലൈനിന്റെ പ്രൊജക്ഷനാണ്. അപ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കണം. അപ്പോൾ ആ ട്രൂ ലെങ്ത് ആണ് ഈ എ ഡാഷും ബി ഡാഷും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ട്രൂ ലെങ്ത് ആണ്. അപ്പൊ അത് ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും സെയിം അല്ലേ? ഫ്രണ്ട് വ്യൂലും നമുക്ക് ലൈൻ തന്നെ കാണാം, ടോപ്പ് വ്യൂ നോക്കിയാലും ലൈൻ തന്നെയല്ലേ കാണുന്നേ? നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി നമുക്ക് ബോർഡിൽ നോക്കിക്കോ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ എ ഡാഷ് എക്സ് വൈ ലൈനിന്റെ മുകളിലും ബി ഡാഷും എക്സ് വൈ ലൈനിന്റെ മുകളിൽ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട രണ്ടിന്റെയും ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആണ്. എക്സ് വൈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. കാര്യം ലൈൻ എന്താണ്? പാരലൽ ലൈൻ ആണ്. ഇനി അടുത്തത് അതിന്റെ ടോപ്പ് വ്യൂ എ ബി. കഴിഞ്ഞോ? ഇതുകൊണ്ട് കഴിഞ്ഞോ? ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ച പ്രൊജക്ഷൻ ഓഫ് പോയിന്റിന്റെ റിസൾട്ട് ആണ്. പക്ഷെ നമുക്കിനി എന്ത് വേണം? ട്രൂ ലെങ്ത് വേണം. ഓക്കെ, ട്രൂ ലെങ്ത് ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ട്രൂ ലെങ്ത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ ട്രൂ ലെങ്ത് രണ്ടിടത്തും സെയിം ആയിട്ട് കിട്ടും, കാരണം ഇത് രണ്ടും പാരലൽ ആണ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇവിടെ തന്നെയാണ്, എക്സ് വൈ ലൈനിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് ഇതേ ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ കണ്ട എ ഡാഷ്, ഇപ്പുറത്തും അതുപോലെ എ ബി ഡാഷ്. ഓക്കെ, ട്രൂ ലെങ്ത് അവിടെ മേക്ക് ചെയ്യുന്ന ട്രൂ ലെങ്ത് എങ്ങനെയാണ്? എ ഡാഷും ബി ഡാഷും ജോയിൻ ചെയ്യുമ്പോൾ ട്രൂ ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ട്രൂ ലെങ്തിന്റെ ഡിസ്റ്റൻസ് തന്നിരിക്കും, ചിലപ്പോൾ എ ഡാഷിന്റെ മാത്രം ഡിസ്റ്റൻസ് വരും. നമുക്ക് പ്രശ്നമില്ല, കാര്യം എ ഡാഷിന്റെ ഡിസ്റ്റൻസ് തന്നാലും ബി ഡാഷിൻ്റെതും സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? കാര്യം പാരലൽ ആയതുകൊണ്ട്. പിന്നെ ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് രണ്ടിന്റെ കണ്ടീഷനും കിട്ടിയെന്നാണ് അർത്ഥം. ലൈൻ ഈസ് 10 mm above HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 10 mm above ആണ്, 2 പോയിന്റും അല്ലേ? ഓക്കെ, ഇനി ടോപ്പ് വ്യൂ ആണെങ്കിൽ എങ്ങനെയാണ്? ടോപ്പ് വ്യൂ മുകളിൽ തന്നെ വരും. നമുക്ക് ഇതിപ്പോ 10 mm ഡിസ്റ്റൻസ് ആണെന്ന് ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇത് 10 mm ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഒരു 10 mm ആണെന്ന് ഇരിക്കട്ടെ. നമ്മുടെ ടോപ്പ് വ്യൂ അതായത് ഫ്രം വി പി ഒരു 5 mm ആണെന്ന് ഇരിക്കട്ടെ. ഫ്രം വി പി 5 mm. അപ്പൊ അതെവിടെയാണ്? മുകളിലാണ്. ഇവിടെ എ, ഇത് ബി. ഇത് മേക്ക് ചെയ്യുന്ന ലൈനും ടോപ്പ് വ്യൂ എന്താണ്? ഇവിടെ ട്രൂ ലെങ്ത് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ കിട്ടുന്ന ട്രൂ ലെങ്തും എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും എന്ത് തന്നെയായിരിക്കും? ട്രൂ ലെങ്ത് തന്നെ കിട്ടും. പക്ഷെ രണ്ടും എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. ഇനി ഇൻ കേസ് ടോപ്പ് വ്യൂവിന്റെ ഡിസ്റ്റൻസ് ആണ് വലുതെങ്കിൽ അത് എ ഡാഷിന് മുകളിൽ പോകും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ഫ്രണ്ട് വ്യൂവിന്റെ കാണുന്നത് 10 എന്നും ടോപ്പ് വ്യൂ കാണുന്നത് 5 ആയിട്ട് എടുത്തുകൊണ്ടാണ് അതകത്ത് നിൽക്കുന്നത്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ടോപ്പ് വ്യൂ ഒരു 15 mm ആയിരുന്നെങ്കിൽ എന്താവും? 10ന് മുകളിൽ പോകും. അത്രയുള്ള ഡിഫറൻസ്. പക്ഷെ എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും രണ്ട് വ്യൂസും കിട്ടുന്നത്. ഇനി തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ്? ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന്റെ മുകളിലും ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ താഴെയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഫ്രണ്ട് വ്യൂ തന്നെയാണ് ആദ്യം വരയ്ക്കുന്നത്. എ ഡാഷ് ബി ഡാഷ്. ഓക്കെ, ഇനി അതുപോലെ ഇപ്പുറത്തോ മുകളിൽ ടോപ്പ് വ്യൂ വരും. എ ബി. ഇത് രണ്ടും പോയിന്റിന്റെ കോൺസെപ്റ്റ് ആണ്. ലൈൻ വരയ്ക്കുമ്പോൾ പാരലൽ ആണെങ്കിൽ ഒരു ലൈൻ പാരലൽ ടു ബോത്ത് ആണെങ്കിൽ രണ്ട് വ്യൂവിലും എന്ത് തന്നെ കിട്ടും? ട്രൂ ലെങ്ത് കിട്ടും.
അതായത് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ആ ലൈനിന്റെ ലെങ്തിനെയാണ് നമ്മൾ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ലൈനിന്റെ ലെങ്തിനെയാണ് നമ്മൾ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. അതിൽ കൺഫ്യൂസ് ആവരുത്. ഇനി ഈ ലൈൻ ഒരു 50 mm ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്ക് ട്രൂ ലെങ്ത് കറക്റ്റ് ആയിട്ട് കാണത്തില്ലേ? ഈ ഫ്രണ്ട് വ്യൂലായാലും ടോപ്പ് വ്യൂലായാലും കാണാൻ പറ്റുമല്ലോ. അതേ ലെങ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആ ലൈനിൽ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? 50 mm എന്താണോ ഈ ലൈനിന്റെ ലെങ്ത് അത് തന്നെ ഇവിടെയും 50 mm ആയിരിക്കും. ഇപ്പുറത്തും നിങ്ങൾക്ക് 50 mm തന്നെ കിട്ടും അല്ലേ? ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് 50 mm തന്നെ. പാരലൽ ടു ബോത്ത് ആകുമ്പോൾ ബോത്ത് വ്യൂസിലും എന്ത് തന്നെയായിരിക്കും? ട്രൂ ലെങ്ത് മേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ എങ്ങനെ? XY ലൈനിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും താഴെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫ്രണ്ട് വ്യൂ വരയ്ക്കാം അല്ലേ? A', B', ടോപ്പ് വ്യൂ A, B. ഇനി അത് കണക്ട് ചെയ്യാനുള്ള ലൈന് ട്രൂ ലെങ്ത് രണ്ടിനും സെയിം. കണ്ടോ? രണ്ടിനും ഈക്വൽ ട്രൂ ലെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പാരലൽ ടു കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പാരലൽ ടു VP, ഒരു ലൈന് പാരലൽ ടു VP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ എന്ത് കിട്ടും? ട്രൂ ലെങ്ത് കിട്ടും. ഓക്കെ. അതേസമയം പാരലൽ ടു HP ആണെങ്കിൽ ടോപ്പ് വ്യൂവിൽ എന്ത് കിട്ടും? ട്രൂ ലെങ്ത് കിട്ടും. മനസ്സിലായോ? ഇത് ട്രൂ ലെങ്തിന്റെ ആണ്. ട്രൂ ലെങ്ത് കിട്ടും. ഇവിടെ രണ്ടിനും പാരലൽ ആയതുകൊണ്ട് രണ്ട് വ്യൂവിനും ട്രൂ ലെങ്ത് കിട്ടും. ഇതാണ് മെയിൻ കോൺസെപ്റ്റ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇവിടെ ലെങ്ത് കൂടിയതുകൊണ്ട് നെക്സ്റ്റ് 4 കണ്ടീഷൻസും അത് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും നെക്സ്റ്റ് എപ്പിസോഡിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.